ജൽജീവൻ മിഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾക്കുള്ള 5ാം ബാച്ച് പരിശീലനം നടന്നു. സർവോദയപുരം സ്വീപ് പരിശീലന കേന്ദ്രത്തിൽ നടന്ന പരിപാടി ചേപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ വേണുകുമാർ ഉദ്ഘാടനം ചെയ്തു. വള്ളികുന്നം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജി പ്രസാദ് അധ്യക്ഷത വഹിച്ചു. 12 ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നായി 60 പ്രതിനിധികൾ 4 ദിവസം നീണ്ടു നിൽക്കുന്ന പരിശീലനത്തിൽ പങ്കെടുക്കും. ജലശുദ്ധീകരണശാല, മാലിന്യജല സംസ്കരണ പ്ലാന്റുകൾ മുതലായവ പരിശീലനത്തിന്റെ ഭാഗമായി സന്ദർശിക്കും. കേരള വാട്ടർ അതോറിറ്റി DPM ഹാഷിർ എ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ജൽജീവൻ മിഷൻ കീ റിസോഴ്സ് സെന്റർ എന്ന നിലയിൽ സോഷ്യോ ഇക്കണോമിക്സ് യൂണിറ്റ് ഫൗണ്ടേഷനാണ് പരിശീലനം സംഘടിപ്പിക്കുന്നത്. എന്താണ് ജലമിഷൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കേന്ദ്ര ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്, സംസ്ഥാന ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇതിൽ നിന്ന് വഹിക്കേണ്ട പങ്കെന്ത് എന്നുള്ളതിനെ സംബന്ധിച്ചെല്ലാം വിശദമായ ഒരു ക്ലാസ് 4 ദിവസം. ഇപ്പോൾ 6 ആളുകൾക്ക് മാത്രമാണ് ഓരോ പഞ്ചായത്തിലേക്കും 6 ആളുകളെ തിരഞ്ഞെടുത്ത് വിടണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പകുതി പലപ്പോഴും പഞ്ചായത്ത് ജനപ്രതിനിധികളെ തന്നെയാണ് ഇതിൽ നിന്നും ഞങ്ങൾ എടുത്തത്. ചേപ്പാട് പഞ്ചായത്ത് എടുത്തത് ഇതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കുടിവെള്ളത്തിൻ്റെ ചെയർമാന്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്, പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനം പല പഞ്ചായത്തുകളും അത്തരത്തിലാണ് ചെയ്തതെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ബാക്കി 3 ആളുകൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ, ജലമിഷനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രവർത്തിക്കുന്ന ആളുകൾ എന്നുള്ള നിലയിലാണ്. അപ്പോൾ അവർക്ക് ഇതിൽ നിന്ന് വലിയൊരു ഇവിടുന്ന് മനസ്സിലാക്കി കൊണ്ടുപോകുന്ന കാര്യങ്ങൾ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ഇനി ഒരുപക്ഷെ അത്തരത്തിൽ നാളെ വരുമായിരിക്കും. ഓരോ വാർഡ് ബേസിലും അത്തരത്തിൽ ഇതിൻ്റെ ഒരു അവബോധം നൽകുക. ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തിലാകമാനം ഒരു എല്ലാ പഞ്ചായത്തുകളിലും സായി എന്ന് പറയുന്ന ഒരു സമിതിയുടെ നേതൃത്വത്തിൽ ആദ്യത്തെ ഒരു പ്രോഗ്രാമൊക്കെ നടന്നു. സത്യസായി ബാബ എവിടെയെല്ലാം ആണെന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ പഞ്ചായത്തിലടക്കം സത്യസായി ബാബ ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ ഒരു സർവേയും മറ്റു കാര്യങ്ങളും നടന്നിട്ടുണ്ട്. പല പഞ്ചായത്തുകളിലും അത്തരത്തിലാണ്. പക്ഷേ ഇതൊന്നും ജനങ്ങൾ പൂർണ്ണ അളവിൽ അതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ള ഒരാശങ്ക നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ക്ലാസ് ഞാൻ നീട്ടുന്നില്ല.